തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചരിത്ര വിജയം നേടിയാണ് പത്തനംതിട്ട കുളനട പഞ്ചായത്തിലെ ബിജെപിയുടെ 8 വർഷത്തെ ഭരണം LDF അവസാനിപ്പിച്ചത്. പന്തളം നഗരസഭയിലും കുളനട ഗ്രാമപഞ്ചായത്തിലും ശബരിമല ചർച്ചയാക്കിയ UDFനും ബിജെപിക്കുമുള്ള ജനങ്ങളുടെ മറുപടി കൂടിയാണ് ഇരു തദ്ദേശ സ്ഥാപനങ്ങളിലെയും LDFന്റെ മിന്നും വിജയം. 35 വർഷത്തിനു ശേഷമാണ് കുളനട പഞ്ചായത്ത് LDF തിരിച്ചുപിടിക്കുന്നത്. ശബരിമലയുടെ വിശ്വാസ ആചാരങ്ങളുമായി ഏറെ ബന്ധമുള്ള സ്ഥലങ്ങളാണ് പന്തളവും കുളനടയും. അതിനാൽ തന്നെ ഇവിടങ്ങളിൽ BJPയും കോൺഗ്രസും ശബരിമല തന്നെയാണ് മുഖ്യ പ്രചരണായുധമാക്കിയത്. എന്നാൽ ജനങ്ങൾ LDFനെ കൈവിട്ടില്ല എന്ന് മാത്രമല്ല, കുളനടയിലും പന്തളത്തും മിന്നും വിജയമാണ് സമ്മാനിച്ചത്. ഈ അടുത്തുള്ള രണ്ട് സ്ഥലങ്ങൾ കുളനട ഗ്രാമപഞ്ചായത്തിലും പന്തളം മുനിസിപ്പാലിറ്റിയിലും ഇടതുപക്ഷം 21-ാം തീയതി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറുകയാണ്. 17-ൽ 12 സീറ്റ് നേടിക്കൊണ്ടാണ് ഇടതുപക്ഷം ചരിത്രപരമായ വിജയം ഈ കുളനട ഗ്രാമപഞ്ചായത്തിൽ നേടിയെടുത്തിരിക്കുന്നത്. കുളനടയിൽ CPIMന്റെ യുവനേതാവിനോട് മത്സരിച്ച BJP സംസ്ഥാന സെക്രട്ടറി അശോകൻ കുളനട കനത്ത പരാജയമാണ് ഏറ്റുവാങ്ങിയത്. കുളനട ടൗൺ വാർഡിൽ നിന്ന് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ മത്സരിക്കുകയുണ്ടായി. BJPയുടെ സംസ്ഥാന സെക്രട്ടറിയായ അശോകൻ കുളനടയാണ് നേരിട്ടത്. 161 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ എൻ്റെ നാട്ടിലെ പ്രിയപ്പെട്ട വോട്ടർമാർ എന്നെ വിജയിപ്പിക്കുകയും ചെയ്തു. 17-ൽ 12 വാർഡുകളിലും LDF വിജയിച്ചു. BJPയുടെ ജയം 4 സീറ്റുകളിൽ ഒതുങ്ങി. ഒരു കാലഘട്ടത്തിൽ കുളനട അടക്കി ഭരിച്ച UDFന് വിജയിക്കാനായത് 1 സീറ്റിൽ മാത്രമാണ്. കൈരളി ന്യൂസ്, പത്തനംതിട്ട.